ആണല്ലോ. പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാമോ? കേൾക്കാമോ? യെസ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ഡിസാസ്റ്റർ റെസ്പോൺസ് കോഴ്സിലെ ഫസ്റ്റ് കോഡ് എടുത്തു അല്ലെ? കോഡ് റെഡ് എടുത്തു. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് കോഡ് പിങ്ക് ആണ്. കോഡ് പിങ്ക്. സെക്കൻഡ്. യെസ്. കോഡ് പിങ്ക്. കോഡ് പിങ്ക് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് നമ്മള്? Code pink is activated when an infant or child is confirmed missing from the NICU or labor room or ward or from the pediatrics floor. കോഡ് പിങ്ക് എന്ന് പറയുന്ന റെസ്പോൺസ് കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കുഞ്ഞ് മിസ്സാവുന്ന സമയത്താണ്. പ്രത്യേകിച്ച് എവിടെ നിന്നൊക്കെയാണ്? infant child is confirmed missing from NICU NICU നിന്നോ അല്ലെങ്കിൽ ലേബർ റൂമിൽ നിന്നോ വാർഡിൽ നിന്നോ അല്ലെങ്കിൽ പീഡിയാട്രിക് ഫ്ലോറിൽ നിന്നൊക്കെ മിസ്സാവുന്ന സമയത്താണ് നമ്മൾ കോഡ് പിങ്ക് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ. അപ്പോൾ ലേണിംഗ് ഓഫ് an infant or child missing, notify the security supervisor 1745 immediately. Secure the immediate area if possible. Allow no one to enter on exits until the arrival of security staff. Check stairways, luggages and waiting rooms and restrooms. അപ്പോൾ ഒരു ഇൻഫാന്റ് മിസ്സായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സെക്യൂരിറ്റിനെ നമ്മൾ നോട്ടിഫൈ ചെയ്യേണ്ടതാണ്. സെക്യൂരിറ്റി സൂപ്പർവൈസറിനെ 1745 എന്ന നമ്പറിലേക്ക് വിളിച്ചതിന് ശേഷം നമ്മൾ അത് ഇൻഫോം ചെയ്യേണ്ടതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇൻഫോം ചെയ്യേണ്ടതാണ്. സെക്യൂർ ഇമ്മീഡിയറ്റ് ഏരിയ. എല്ലാ ഏരിയസും നമ്മൾ എന്ത് ചെയ്യണം? സെക്യൂർ ആക്കേണ്ടതുണ്ട്. അതായത് പോസിബിൾ അലോ നോ വൺ ടു എൻറ്റർ ഓർ എക്സിറ്റ്. ആരും നമ്മൾ പുറത്തേക്ക് വിടാനും പാടില്ല, അകത്തുനിന്ന് പുറത്തേക്ക് ആരും നമ്മൾ അകത്തുനിന്ന് പുറത്തേക്ക് വിടാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ എന്താണ്? അതിനകത്തേക്ക് പ്രവേശിപ്പിക്കാനും പാടുള്ളതല്ല ആ ഒരു സമയത്ത്. അണ്ടിൽ ദ അറൈവൽ ഓഫ് സെക്യൂരിറ്റി സ്റ്റാഫ്, സെക്യൂരിറ്റി സ്റ്റാഫ് എത്തുന്നത് വരെ. ദെൻ അതിനുശേഷം എന്താണ്? അദ്ദേഹം വന്നതിന് ശേഷം ചെക്ക് ചെയർവേസ്, ലഗേജസ്, വെയിറ്റിംഗ് റൂംസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്. എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള പരിസരങ്ങൾ എത്രയും പെട്ടെന്ന് സെർച്ച് ചെയ്യേണ്ടതുണ്ട്. അതായത് കുട്ടി പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട് എല്ലാ ഏരിയാസും നമ്മൾ ചെക്ക് ചെയ്യാം. ദെൻ അതിനുശേഷം question anyone carrying a large duffel bag, packages and trying to conceal an object under their clothing. ഇനി നമ്മൾ സംശയാസ്പദമായിട്ട് ആൾക്കാർ ആരെങ്കിലും ഇപ്പോൾ ഡഫൽ ബാഗ് എന്ന് പറയുന്നത് നമ്മളെ ക്ലോത്ത് കൊണ്ടുപോകുന്ന ബാഗ് ഉണ്ടല്ലേ, റൗണ്ട് ഷേപ്പിലുള്ള ബാഗുകള്, കുട്ടീനെ കൊണ്ടുപോകാൻ പറ്റുന്ന, കുഞ്ഞു കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് ബാഗ്. ഡഫൽ ബാഗ് എന്ന് പറഞ്ഞാൽ അതാണ് റൗണ്ട് ഷേപ്സ്, നമ്മുടെ കപ്പലേക്ക് പോലെ ഇരിക്കും, അല്ലെങ്കിൽ കപ്പലയുടെ ഷേപ്പ് ആക്കിയിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും നടന്നു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കേജസ് കയ്യിലുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ക്ലോത്തിന്റെ അടിയിൽ എന്തെങ്കിലും മറച്ച്, ഇപ്പൊ കുട്ടികളൊക്കെ സാരി എടുത്തിട്ടാണെങ്കിൽ അല്ലെങ്കിൽ വല്ല പർദ്ദ കിട്ടുകയാണെങ്കിൽ എന്നുള്ളത് ഇങ്ങനെ മറച്ചിട്ട് കൊണ്ടുപോകാൻ ഉള്ളിലൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ സംശയാസ്പദമായിട്ട് നമ്മൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ എന്താണ്, അങ്ങനെയുള്ളവർ എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ദെൻ എന്ത് ചെയ്യണം? call the security and do not lose sight of that person. ആ പേഴ്സണെ നമ്മൾ എത്രയും പെട്ടെന്ന് ക്യാച്ച് ചെയ്യണം. എത്രയും പെട്ടെന്ന് സെക്യൂരിറ്റി ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്തിയാൽ, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ യെസ്, എത്രയും പെട്ടെന്ന് ആ പേഴ്സണെ വിട്ട് കളയാതെ നമ്മൾ അവരുടെ സെക്യൂരിറ്റി അടുത്തേക്ക് എത്തിപ്പിക്കാം.
Then, if the suspected person attempts to leave the building prior to the arrival of security officers, to attempt to stall the persons in any way possible. If the person does get into a vehicle, get a good description of the vehicle and the vehicle number and notify security. ഇനി ആ സസ്പെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ എന്താണ് പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി കാണിച്ചത് ഇൻ കേസ് ബിൽഡിങ്ങിന് പുറത്തേക്ക് ചാടി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സെക്യൂരിറ്റി വന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എത്രയും പെട്ടെന്ന് ആളെങ്ങോടാണ് പോകുന്നത് ഏത് വെഹിക്കിളാണ് പോകുന്നത് അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ വെഹിക്കിളിന്റെ നമ്പർ അല്ലെ ഏത് വണ്ടിയാണ് ഏത് കളറാണ് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്തതിനു ശേഷം എന്താണ് നമ്മള് സെക്യൂരിറ്റി സ്റ്റാഫിനെ അറിയിക്കേണ്ടതാണ്. ചിലവർ എന്താണ് ചിലപ്പോൾ കുഞ്ഞിനെ ചിലപ്പോൾ താഴെ വെച്ചിട്ടൊക്കെ പോയിക്കൊള്ളു അല്ലെങ്കിൽ എടുത്തുകൊണ്ട് എന്താണ് ഓടി നമ്മൾ കണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവർ എത്രയും പെട്ടെന്ന് നമ്മൾ ലീവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മാക്സിമം നമ്മൾ വാഹനത്തിന്റെ നമ്പറോ അല്ലെങ്കിൽ കളറോ അല്ലെങ്കിൽ ആ വ്യക്തിനെ കണ്ടു കഴിഞ്ഞാൽ ആളെ മനസ്സിലാവുന്ന രീതിയിലാണെങ്കിൽ എന്താണ് ഇതൊക്കെ നോട്ടിഫൈ ചെയ്തതിനു ശേഷം സെക്യൂരിറ്റിനെ അറിയിക്കും. അപ്പൊ അതാണ് എന്റെ കോഡ് പിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ കോഡ് പിങ്ക് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആക്ടിവേറ്റഡ് വെൻ ആർ ഇൻഫാന്റ് ഓർ ചൈൽഡ് മിസ്സിംഗ് അല്ലെ എവിടെ നിന്നൊക്കെയാണ് ഐസിയു ലേബർ റൂം അല്ലെങ്കിൽ വാർഡിൽ നിന്ന് പീഡിയാട്രിക്സ് വാർഡിൽ നിന്നോ മിസ് ചെയ്യുന്ന സമയത്താണ് കോഡ് പിങ്ക് പുറപ്പെടുവിക്കുന്നത്. ദെൻ നമ്മൾ എമർജൻസി നമ്പറായ 17455 സെക്യൂരിറ്റി സൂപ്പർവൈസറെ വിവരം അറിയിക്കുന്നത്. അദ്ദേഹം വന്നതിന് ശേഷം എന്താണ് ആരെയും നമ്മൾ പുറത്തേക്ക് വിടുന്നതിനോ അകത്തേക്ക് പ്രവേശിക്കുന്നതിനോ നിൽക്കുന്നതല്ല. അതിനുശേഷം എന്താണ് എല്ലാ സ്ഥലം ഏരിയാസും പ്രത്യേകമായി ചെക്ക് ചെയ്യും. ഇനി അതേപോലെ തന്നെ എന്താണ് ആരെങ്കിലും എന്തെങ്കിലും ഡബിൾ ബാഗ്സിലോ പാക്കേജസിലോ ഡ്രസ് ക്ലോത്ത്സിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ആയിട്ട് കൊണ്ടുപോകുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അങ്ങനെയുള്ളവരെ പ്രത്യേകം ഒബ്സർവ് ചെയ്യുക. എത്രയും പെട്ടെന്ന് സെക്യൂരിറ്റി സ്റ്റാഫിനെ അറിയിക്കുക. ഇൻ കേസ് ആ വ്യക്തി അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ അയാൾ പോകുന്ന വാഹനം ഏതാണ് ഏത് ഡയറക്ഷൻസിലേക്കാണ് പോകുന്നത് സെക്യൂരിറ്റി സ്റ്റാഫിനെ അറിയിക്കേണ്ടതാണ്. ഓക്കെ, മനസ്സിലായോ കോഡ് പിങ്ക് എന്താണെന്ന്? Code orange. Next, code orange. Hazardous materials spill such as chemical spill, mercury spill, gas leak, hazardous drug spill, etc. Hazardous materials spill requires immediate attention to prevent contamination of the environment. Code orange എന്തിനു വേണ്ടിയാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത്? Code orange. ഏതെങ്കിലും തരത്തിലുള്ള സ്പില്ല് അല്ലെങ്കിൽ എന്തെങ്കിലും ചോർച്ച തുടങ്ങിയ കാര്യങ്ങൾ അപകടകരമായിട്ടുള്ള മെറ്റീരിയൽസ് നിന്നുള്ള കെമിക്കൽ ലീക്കേജസോ യെസ് അങ്ങനെയുള്ള ലീക്കേജസ് ഉണ്ടാവുന്ന ഏതെങ്കിലും മെറ്റീരിയൽസിൽ നിന്ന് ലീക്കേജസ് ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ കോഡ് ഓറഞ്ച് പുറപ്പെടുവിക്കുന്നത്. അതായത് ഹോസ്പിറ്റലും അല്ലെങ്കിൽ പരിസ്ഥിതിയും ഒരേപോലെ തന്നെ എന്താണ് വിനാശകരമാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും സ്പില്ല് കണ്ടു കഴിഞ്ഞാൽ കോഡ് ഓറഞ്ച് പുറപ്പെടുവിക്കുന്നത്. If the spill is in your work area, remove the people, patients from the area immediately. Call the operator to initiate the code orange. സ്പില്ല് ഏത് ഏരിയയിലാണെന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് പേഷ്യൻസിനെ അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഓപ്പറേറ്ററിനെ വിളിച്ചറിഞ്ഞ ശേഷം കോഡ് ഓറഞ്ച് ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. ഓക്കെ, then alert others in the area, confine the spill of possible to do it safely. എന്താണ് ആ ഏരിയയിലുള്ള ആൾക്കാരോട് നമ്മൾ എന്ത് ചെയ്യണം? അലേർട്ടേഷൻ കൊടുക്കണം. അതേപോലെ തന്നെ എന്താണ് കോർഡൺ ഓഫ് ദ ഏരിയ ആൻഡ് പോസ്റ്റ് വാർണിംഗ് സൈൻസ്. ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ ചോർച്ച എത്രത്തോളം ലീക്കേജ് ഉള്ളത് നമ്മളൊന്ന് കൺഫൈൻ ചെയ്യുക. ചോർച്ച ഒന്ന് പരിമിതപ്പെടുത്തിയതിനു ശേഷം എന്ത് ചെയ്യണം? അവിടെ ഒരു വാർണിംഗ് സൈൻസ് കൊടുക്കേണ്ടതാണ് അല്ലെ, വാർണിംഗ് സിഗ്നൽസ് കൊടുക്കുക. Then do not attempt to clean up any spill without appropriate PPE. അത് ക്ലീൻ ചെയ്യാൻ വരുന്ന സ്റ്റാഫുകളാണെങ്കിലും എന്താണ് ഒരിക്കലും PPE ധരിക്കാതെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിക്കാതെ ആ ക്ലീൻ ഉപയോഗിക്കാനായി ക്ലീനിൽ നമ്മൾ സ്പില്ലേജ് പഠിച്ചിട്ടില്ല അതുപോലെ തന്നെ അതിലേക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് വേണം ക്ലീൻ അപ്പ് ചെയ്യാനായിട്ട്. Then use an appropriate spill kit after cleanup. നമ്മളൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്പിൽ കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് വേണം ആ സ്പില്ലേജ് ലീക്കേജ് ക്ലീൻ ചെയ്യേണ്ടത്. After cleanup, dispose of all PPE and spill materials and hazardous waste. നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്തതിനു ശേഷം എല്ലാ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ എന്ത് ചെയ്യണം? നമ്മൾ ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റിലേക്ക് ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് account for all people in the area. During the cleanup procedure, if the skin is contaminated, wash the area with soap and water for at least 5 minutes of shower thoroughly.
ഹൈപ്പർട്രോഫി എന്താണ് നമ്മൾ ക്ലീൻ ചെയ്തതിനു ശേഷം എന്താണ് നമ്മുടെ സ്കിന്നിൽ പ്രൊസീജിയർ ചെയ്യുന്ന സ്കിന്നിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട് അല്ലെ, അത് കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. നമ്മള് നിർബന്ധമായിട്ടും സോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീനേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് 5 മിനിറ്റെങ്കിലും കൈകൾ നിർബന്ധമായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. Then notify ICM nursing supervisor, CMO if an accidental exposure occurs, seek medical help immediately. ഇനി നമ്മൾ ആരെയാണ് വിവരം അറിയിക്കേണ്ടത്? ICN എന്ന് പറയുന്ന ആരാണ്? ICN ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ആണ് കേട്ടോ. ICN നോട്ട് ചെയ്യാം, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്. ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്. ഇതിനുശേഷം നമ്മളെ ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സിന് അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസറിന് അല്ലെങ്കിൽ CMOന് എന്താണ് നമ്മള് എക്സ്പോഷറിനെ കുറിച്ചിട്ട് വിവരങ്ങൾ അറിയിക്കുക. സീക്ക് മെഡിക്കൽ ഹെൽപ്പ് ഇമ്മീഡിയറ്റ്ലി. ഇനി എന്തെങ്കിലും മെഡിക്കൽ ഹെൽപ്പ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നെങ്കിൽ എന്താണ് എത്രയും പെട്ടെന്ന് ഇവരെ നോട്ടിഫൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, മെഡിക്കൽ ഹെൽപ്പിന് ആവശ്യമായിട്ട് വരുന്നെങ്കിൽ ഉടനടി തന്നെ അതിന്റെ സഹായം തേടേണ്ടതാണ്. കോഡ് ഓറഞ്ച് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും ഹസാഡസ് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട ലീക്കേജസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്താണ് ആ സ്കില്ല് എത്രയും പെട്ടെന്ന് കൺഫൈൻ ചെയ്യേണ്ടതുണ്ട്. ആ ഏരിയയിൽ നിന്ന് പേഷ്യൻസിനെ നീക്കം ചെയ്യുക. ഓപ്പറേറ്റർ കോഡ് ഓറഞ്ച് പുറപ്പെടുവിക്കുന്നതായിരിക്കും. അതിനുശേഷം എന്താണ് ഏരിയയില് പ്രത്യേകമായിട്ട് വാർണിംഗ്സ് കൊടുക്കുക. ആ സ്കില്ല് നമ്മളെ ക്ലീൻ അപ്പ് ചെയ്യുന്നത് പ്രത്യേകമായി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ക്ലീൻ ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം അത് വേസ്റ്റ് ഹസാഡസ് മെറ്റീരിയൽസ് കളയുന്ന വേസ്റ്റ് ഡിസ്പോസലിലേക്ക് അത് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. പിന്നെ അതിനുശേഷം നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സ്കിന്ന് നമ്മൾ 5 മിനിറ്റ്സ് എങ്കിലും ക്ലീൻസ് അല്ലെങ്കിൽ എന്താണ് സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ICN നോട്ടിഫൈ ചെയ്യേണ്ടതാണ്. ICN എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സസിനെ നമ്മൾ വിവരം അറിയിക്കേണ്ടതാണ്. ഇനി എനിക്ക് മെഡിക്കൽ ഹെൽപ്സുകൾ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ എന്താണ് അവരെ ആക്സിഡന്റൽ എക്സ്പോഷറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കണമെങ്കിൽ എന്താണ് ചീഫ് മെഡിക്കൽ ഓഫീസറിന് നമുക്കത് അറിയിക്കാവുന്നതാണ്. ഓക്കെ, കോഡ് ഓറഞ്ച് മനസ്സിലായോ? കോഡ് ബ്ലൂ നിങ്ങൾക്ക് അറിയാലോ. കോഡ് ബ്ലൂ എന്താണ്? കാർഡിയാക് അറസ്റ്റ് ആണ് അല്ലെ. കോഡ് ബ്ലൂ കാർഡിയാക് റെസ്പിറേറ്ററി അറസ്റ്റ് ആണ്. Report by dialing emergency operator number 6664. നമ്മള് കോൾ ബ്ലൂ പുറപ്പെടുവിക്കുന്ന സമയത്ത് എന്താണ് 6664 എന്ന ഇമ്മീഡിയറ്റ് നമ്പറിലേക്ക് എമർജൻസി നമ്പറിലേക്കാണ് ഓപ്പറേറ്റർ നമ്മൾ വിവരം അറിയിക്കുന്നത്. ബിഗിൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആയിരിക്കും അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? CPR ACLS. CPR എന്ന് പറയുന്നത് അറിയാലോ, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. ACLS എന്ന് പറയുന്നത് എന്താണ്? അഡ്വാൻസ്ഡ് cardiac life support. നോട്ട് ചെയ്യാം കേട്ടോ, അഡ്വാൻസ്ഡ് cardiac life support. അഡ്വാൻസ്ഡ് cardiac life support. ഇതിലേക്ക് എമർജൻസി നമ്പറിലേക്ക് വിളിച്ചതിന് ശേഷം ഇത്തരം പ്രൊസീജിയേഴ്സ് ഇത്തരം പ്രോട്ടോകോൾസിൽ ആരംഭിക്കും. CPR കൊടുക്കും, അല്ലെങ്കിൽ അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് കൊടുത്തതിന് ശേഷം എന്താണ് വിസിറ്റേഴ്സിനെയൊക്കെ നമ്മൾ എന്താണ് അവിടുന്ന് റിമൂവ് ചെയ്യും. ആ ഏരിയയിൽ നിന്ന് അവരെയൊക്കെ റിമൂവ് ചെയ്യുന്നതാണ്. പിന്നെ ഫോളോ കോഡ് ബ്ലൂ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. എന്താണ് കോഡ് ബ്ലൂവിനുള്ള പ്രൊസീജിയേഴ്സ് അവിടെ ആരംഭിക്കുകയാണ്. ഫസ്റ്റ് വൺ, സെന്റ് ഫിലോബോട്ടമി. ഫിലോബോട്ടമി കേട്ടിട്ടുണ്ടോ? ഫിലോബോട്ടമി എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരാണ് കേട്ടോ. ബ്ലഡ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് ഫിലോബോട്ടമി എന്ന് പറയുന്നത്. ആൻഡ് ECG സർവീസസ്. യെസ്, ബ്ലഡ് കളക്ഷൻ ECG സർവീസ്. അപ്പൊ ഇവർ രണ്ടുപേരും ആയിരിക്കും ഈ ഒരു സമയത്ത് അതിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പിന്നെ അതിനുശേഷം എന്താണ്? റെസ്യൂം നോർമൽ ഓപ്പറേഷൻസ്. ഓൺലി ഡെസിഗ്നേറ്റഡ് ടീം മെമ്പേഴ്സ് വിൽ റെസ്പോണ്ട് ടു ദ CPR ഏരിയ. ഇനി നോർമൽ ഓപ്പറേഷൻസ് അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ എങ്ങനെയുള്ള ആൾക്കാർ മാത്രം ഒരുക്കുണ്ടായിരിക്കുന്നത്? ഓൺലി ഡെസിഗ്നേറ്റഡ് ടീം മെമ്പേഴ്സ് വിൽ റെസ്പോണ്ട് ടു ദ CPR ഏരിയ. അതിന് മാത്രം ഒരുക്കുണ്ടായിരിക്കുക ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് മാത്രമായിരിക്കും ആ ഏരിയയിൽ, പ്രത്യേകിച്ച് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിരിക്കുന്ന ഏരിയയിൽ ഉണ്ടായിരിക്കുള്ളൂ പേഷ്യൻസിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, കോഡ് ബ്ലൂ എന്ന് പറയുന്നത് കാർഡിയാക് റെസിപ്പറേറ്ററി അറസ്റ്റ് ആണ്. എമർജൻസി നമ്പർ എന്താണ് അതിന്റെ?
6-4 ആണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീജിയേഴ്സ് ആരംഭിക്കുന്നു. CPR കൊടുക്കുന്നു, അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്നു, വിസിറ്റേഴ്സിനെ റിമൂവ് ചെയ്യുന്നു. ദെൻ ബാക്കി ബ്ലൂ പോളിസികൾ ആരംഭിക്കുന്നു. പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് സെന്റ് ഫെലോബോട്ടമി അല്ലെങ്കിൽ ECG സർവീസസ് തുടങ്ങുന്നു. ദെൻ എല്ലാ നോർമൽ ഓപ്പറേഷൻസും സ്റ്റാർട്ട് ചെയ്ത് ഡെസിഗ്നേറ്റഡ് ടീം മെമ്പേഴ്സ് മാത്രമായിരിക്കും അവിടെ CPR കൊടുക്കുന്ന ഏരിയയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, കോഡ് യെല്ലോ മേജർ. കോഡ് യെല്ലോ മേജർ. Code yellow major. An external disaster has occurred. Hospital will be receiving patients in excess normal. ഇതിനാണ് കോഡ് യെല്ലോ പുറപ്പെടുവിക്കുന്നത്. നമ്മള് കോഡ് യെല്ലോ എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് അല്ലെ, അതായത് സാധാരണ എന്താണ് ഗുരുതരാവസ്ഥയാണോ ഇത്? എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ ഡിസാസ്റ്ററിൽ ഏതൊക്കെ പഠിച്ചത് നമ്മള്? ട്രെയിൻ ആക്സിഡന്റ് പഠിച്ചിട്ടില്ലേ? ഗുരുതരമായിട്ടുള്ള അവസ്ഥകൾ, ട്രെയിൻ ആക്സിഡന്റ്സ് ഉണ്ട്, ഡിസാസ്റ്റേഴ്സ്, പിന്നെ അതുപോലെ തന്നെ സുനാമി, ഫ്ലഡ്, എക്സ്പ്ലോഷൻ. യെസ്, അതൊക്കെ. The hospital will be receiving patients in excess normal. അതായത് ഇങ്ങനെ പ്രത്യേകിച്ച് ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് എന്താണ്, ഒരു പേഷ്യൻസ് മാത്രം എടുക്കേണ്ടാവുന്നത്, ഒരുപാട് പേഷ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. നമ്പർ ഓഫ് പേഷ്യൻസ് ഓവർഫ്ലോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ലൊക്കേറ്റ് ആൻഡ് ഫോളോ എമർജൻസി ആക്ഷൻ പ്ലാൻസ് മാനുവൽ. അപ്പൊ നമ്മൾക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള എമർജൻസി പ്ലാനില് ഓവറായിട്ടുള്ള പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് സ്വീകരിക്കേണ്ടത്, ആ ആക്ഷൻ പ്ലാൻസ് ഒക്കെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന പോളിസീസ് നമ്മൾ ഫോളോ ചെയ്യണം. Upon learning of an alert, all departments should activate their department-specific disaster plan as outlined in the hospital emergency procedures manual. അപ്പൊ നമ്മള് ആക്സിഡന്റോ അല്ലെങ്കിൽ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടാണ് പേഷ്യൻസ് ഓവർഫ്ലോ ആയിട്ടുള്ള പേഷ്യൻസ് വരികയാണെങ്കിൽ എന്താണ്, നമ്മൾ ആ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്. എല്ലാ ഏരിയാസിലും പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതായത് ഡിഫറെന്റ് ഏരിയാസിലേക്ക് നമുക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെ. ട്രയേജ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിനെ കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ എല്ലാ ഏരിയയിലും നമ്മൾ എന്താണ് ഈ പ്ലാൻ, ഡിസാസ്റ്റർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. Then disaster plan as outlined in the hospital emergency procedure manual, CMO should report to the emergency operation center in charge located in the nursing administration 1841. ഇനി എല്ലാ പ്ലാനും ആക്ടിവേറ്റ് ആയതിനു ശേഷം എന്താണ്, CMO ഷുഡ് റിപ്പോർട്ട് എമർജൻസി ഓപ്പറേഷൻ. CMO ചീഫ് മെഡിക്കൽ ഓഫീസർ ആണ് എമർജൻസിയിലേക്ക് എന്താണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം എന്താണ്, ലൊക്കേറ്റഡ് ഇൻ ദ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, ആ ലൊക്കേഷൻസിലേക്ക് നമ്മൾ 1841 എന്ന നമ്പർ എമർജൻസി നമ്പറിലേക്കാണത് അതിന്റെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ചെക്ക് ഓവർ ഓൾ സ്റ്റാറ്റസ് ഓഫ് ER. ER എന്ന് പറയുന്നത് എന്താണ്, ER ഡിപ്പാർട്ട്മെന്റ്. Check overall status of ER departments such as ഏതൊക്കെയാണ് ER departments എന്ന് പറയുന്നത്? ഫെസിലിറ്റീസ്, സപ്ലൈസ്, എമർജൻസി റിക്വയർമെന്റ്സ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെ. യെസ്, എമർജൻസി റൂം. ഇവിടെയുള്ള ഫെസിലിറ്റീസ്, സപ്ലൈസ്, എത്രത്തോളം സ്റ്റാഫുകൾ എന്താണ്, എത്രത്തോളം പേര് ആവശ്യമായിട്ട് വരുന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ടിഫൈ ചെയ്യുന്നു. അതായത് ആവശ്യത്തിൽ സ്റ്റാഫുകളും സപ്ലൈസസ് ഒക്കെ അവിടെ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം നോട്ടിഫൈ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് കോർഡിനേറ്റർ. ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജറിനെ നമ്മൾ നോട്ടിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ കോർഡിനേറ്ററെ നമ്മൾ നോട്ടിഫൈ ചെയ്യുന്നു. അതിനുശേഷം ഓൾ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് സെൻഡ് എക്സ്ട്രാ സ്റ്റാഫ് ടു ദ ER. ഇനി എക്സ്ട്രാ സ്റ്റാഫുകൾ ഈ എമർജൻസി റൂമിലേക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്താണ്, അവരെ നമ്മൾ എന്താണ് എക്സ്ട്രാ സ്റ്റാഫിനെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആവശ്യം ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരെ നിയമിക്കുന്നതായിരിക്കും. ഓക്കെ. As designated staff arrange, each person with the role in the emergency manual plan will receive a job action sheet. ഈ ഒരു ഡെസിഗ്നേറ്റഡ് സ്റ്റാഫിന്റെ കയ്യില് മിക്കവാറും എന്താണ് ഒരു എമർജൻസി പ്ലാനുമായി ബന്ധപ്പെട്ട ഒരു ജോബ് ആക്ഷൻ ഷീറ്റ് ഉണ്ടായിരുന്നു. ജോബ് ആക്ഷൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോരുത്തർക്കും ചെയ്യേണ്ട ജോബുകൾ ഏതൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ജോബ് ആക്ഷൻ ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള സ്റ്റാഫുകളോട് പ്രവർത്തിക്കുന്നത്.
or other on-duty staff not otherwise assigned to the AR position should remain their department and maintain normal operations. അവിടെ AR ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള സ്റ്റാഫുകളാണെങ്കിൽ എന്താണ് അവർ അവിടെ തന്നെ തുടരുന്നു. അതായത് അവർ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറാതെ മറ്റ് സ്റ്റാഫുകൾ അധിക സ്റ്റാഫുകൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവരവിടുന്ന് മാറുന്നില്ല. അവരെന്ത് ചെയ്യുന്നു, AR പൊസിഷനിലുള്ള അതേ സ്റ്റാഫുകൾ അവിടെ തന്നെ നോർമൽ ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യാണ്. അല്ലാതെ ആ സ്റ്റാഫുകൾ അവിടെ നിന്ന് മാറുന്നില്ല. കോഡ് യെല്ലോ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് പേഷ്യൻസിന്റെ ഓവർ എക്സസീവ് ആയിട്ടുള്ള ഫ്ലോ ഉണ്ടാവുന്ന സമയത്താണ് കോഡ് യെല്ലോ നമ്മൾ പുറപ്പെടുവിക്കുന്നത്. ദെൻ ഈ യെല്ലോ പുറപ്പെടുവിച്ചതിന് ശേഷം എന്താണ് ഈ ആക്ഷൻ പ്ലാൻസ്, ഡിസാസ്റ്റർ ആക്ഷൻ പ്ലാൻ നമ്മൾ എല്ലാ ഏരിയയിലേക്കും ഇതെന്താണ് ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. ദെൻ അതിനുശേഷം CMO ആയിരിക്കും ഇതിന്റെ ഇൻചാർജ് അല്ലെങ്കിൽ ഓപ്പറേറ്റർ ഇതിനെ ഇൻഫോം ചെയ്യുന്നത്. ദെൻ അതിനുശേഷം നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻസിലേക്ക് അത് എമർജൻസി നമ്പർ 1841 നമ്പറിലേക്ക് അത് വിവരം അറിയിക്കുന്നു. അതിനുശേഷം എന്താണ് എല്ലാ ER ഡിപ്പാർട്ട്മെന്റ്സിലെ ഫെസിലിറ്റീസ് ചെക്ക് ചെയ്യുന്നത്, സപ്ലൈസും സ്റ്റാഫുകളൊക്കെ അമിതമായിട്ട് കുറവെന്തെങ്കിലും ഉണ്ടോ എന്ന് കൃത്യമായി ചെക്ക് ചെയ്തതിനു ശേഷം ഡിപ്പാർട്ട്മെന്റ് കോർഡിനേഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജിനൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നോട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ എക്സ്ട്രാ സ്റ്റാഫുകൾ ആവശ്യമായിട്ട് വരുന്നത്, പ്രത്യേകിച്ച് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എക്സ്ട്രാ സ്റ്റാഫുകൾ ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ അവരെ ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് നിയമിക്കുന്നു. ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ്സുകള് അവരുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും, ജോബ് ആക്ഷൻസ് പ്ലാൻസ് ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും ഏതൊക്കെ ജോലിയാണ് ചെയ്യേണ്ടതെന്നതുമായി ബന്ധപ്പെട്ട ജോബ് ആക്ഷൻ ഷീറ്റ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ട് ഓരോ ജോലികളും നിയമിച്ചു കൊടുക്കണം. Then all other on-duty staff not otherwise assigned to ER position should remain in their department and maintain normal operations. മറ്റ് സ്റ്റാഫുകളെല്ലാം ER പൊസിഷനിലുള്ളവരെ അതേ ഡിപ്പാർട്ട്മെന്റ്സിൽ തന്നെ നോർമൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്താൽ മതിയാവും. ഓക്കെ, മനസ്സിലായോ കോഡ് യെല്ലോ? Next, code violet. Assistance needed with that out of control patient. Individuals not a code violet should be activated where a gun or weapon may be involved. Code violet എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ്? Out of control patient. Out of control patient എന്ന് പറഞ്ഞാൽ ആരാണ്? Out of control നിയന്ത്രിക്കാൻ പറ്റുന്ന പേഷ്യൻസ് ആണോ? അല്ല, നിയന്ത്രണത്തിന് വിധേയമാകാത്ത പേഷ്യൻസുകളുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവര്, അതായത് പ്രത്യേകിച്ച് എന്താണ്, എ കോഡ് വയലേഷൻ ഷുഡ് നോട്ട് ബി ആക്ടിവേറ്റഡ് വെയർ ഗൺ ഓർ വെപ്പൺ മേ ബി ഇൻവോൾവ്. പക്ഷെ നമ്മള് ഈ ഔട്ട് ഓഫ് കൺട്രോൾ ഉള്ള പേഷ്യൻസിന്റെ കയ്യിൽ എന്തെങ്കിലും ഗണ്ണോ വെപ്പൺസോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈ കോഡ് വയലൻസ് പുറപ്പെടുവിക്കാൻ പാടില്ല. ഓക്കെ, അല്ലെങ്കിൽ ആയുധങ്ങൾ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്താണ് കോഡ് വയലൻസ് നമ്മൾ പുറപ്പെടുവിക്കാനായിട്ട് പാടില്ല. അല്ലാത്ത പക്ഷം ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യൻസിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കോഡ് വയലൻസ് പുറപ്പെടുവിക്കാം. എന്തെങ്കിലും ആയുധങ്ങൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് തോക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് കോഡ് വയലൻസ് നോട്ട് ബി ആക്ടിവേറ്റഡ് വെയർ ഗൺ ഓർ വെപ്പൺ മേ ബി ഇൻവോൾവ്ഡ്. ഓക്കെ, ദെൻ അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ഡയൽ എമർജൻസി നമ്പർ ടു ഇനീഷ്യേറ്റ് കോഡ് വയലറ്റ് ആൻഡ് റിപ്പോർട്ട് ദ ലൊക്കേഷൻ കോൺടാക്ട് സെക്യൂരിറ്റി ആൻഡ് നഴ്സിംഗ് സൂപ്പർവൈസർ ഇമ്മീഡിയറ്റ്ലി. പിന്നെ നമ്മൾ എമർജൻസി നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് ആ ഇനീഷ്യൽ കോഡ് അറിയിക്കുന്നു. ദെൻ ഏത് ലൊക്കേഷൻ ആണ് അത് നമ്മള് നഴ്സിംഗ് സൂപ്പർവൈസറെ എത്രയും പെട്ടെന്ന്, സെക്യൂരിറ്റി സ്റ്റാഫിന് അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസർ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് വിവരം അറിയിക്കുന്നു. ദെൻ അവിടെ നമ്പർ കൊടുത്തിട്ടില്ല കേട്ടോ, കോഡ് വയലറ്റിന്റെ നമ്പർ കൊടുത്തിട്ടില്ല. ഡു നോട്ട് അറ്റംപ്റ്റ് ടു കൺട്രോൾ ദ ഔട്ട് ഓഫ് കൺട്രോൾ ഇൻഡിവിജ്വൽസ്. നമ്മൾ ഒരിക്കലും സെക്യൂരിറ്റി സ്റ്റാഫോ മറ്റ് നിയുക്തരായിട്ടുള്ള ആരും മറ്റ് സ്റ്റാഫുകളൊന്നും ഇല്ലാത്ത തന്നെ നമ്മൾ ആരും തന്നെ എന്താണ് ഇങ്ങനെ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ ഒരിക്കലും നേരിടാനായിട്ട് നിൽക്കരുത്. ഓക്കെ, അതെന്താണ് ഏറ്റവും റിസ്ക് ആണ്. കാരണം നമ്മൾ എന്തെങ്കിലും തരത്തിൽ അപായപ്പെടുത്താനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പൊ സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നത് വരെ എന്താണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ അദ്ദേഹം പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് മാത്രമായിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്. Security will provide instructions for responding personnel on the type of assistance required. അദ്ദേഹം പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടായിരിക്കണം ഓരോ സ്റ്റാഫുകൾ അവിടെ പ്രവർത്തിക്കേണ്ടത്. ചിലവർ പെട്ടെന്നൊക്കെ കയറി കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുക. ആ സമയത്ത് ചിലപ്പോൾ എങ്ങാനും എന്താണ് കൈ ഷൂട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ് അത് കൂടുതൽ അപകടത്തിലേക്ക് സാധ്യതയുള്ളൂ അല്ലെ? അപ്പൊ അതിനാണ് സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നത് വരെ നമ്മൾ അതില് മറ്റ് ഇന്ററാക്ഷൻസിലൊന്നും പോകരുതെന്ന് പറയുന്നത്. Then do not confront the individuals with a weapon.
എന്താണ് ഡു നോട്ട് കൺഫ്രണ്ട് ദി ഇൻഡിവിജ്വൽസ് വിത്ത് എ വെപ്പൺ എന്ന് പറയുന്നത്? എന്താണ്? ആയുധം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വ്യക്തികളെ ആയുധം കൊണ്ട് നേരിടരുത് അല്ലെ? ആയുധം കൊണ്ടാണോ നേരിടേണ്ടത്? അല്ല അല്ലെ? നമ്മള് മാക്സിമം മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് അവരെ അതിൽ നിന്ന് മാറ്റിയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മളൊരിപ്പോ തോക്ക് ഉപയോഗിച്ചുകൊണ്ട് ആളെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കരുത്. ഓക്കെ. കോഡ് വയലറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യൻസിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോഡ് വയലറ്റ് പുറപ്പെടുവിക്കുന്നത്. ഇനി ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുള്ള പേഷ്യൻസിന്റെ കയ്യിൽ ഗണ്ണോ മറ്റായുധങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ കോഡ് പുറപ്പെടുവിക്കാനായിട്ട് പാടുള്ളതല്ല. എത്രയും പെട്ടെന്ന് എമർജൻസി നമ്പറിലേക്ക് ഇനീഷ്യേറ്റ് വയലറ്റ് കോഡ്സ് കോഡ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ലൊക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. എത്രയും പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി സ്റ്റാഫ് അല്ലെങ്കിൽ നഴ്സ് സൂപ്പർവൈസർ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ വിവരം അറിയിക്കുക. ഒരിക്കലും നമ്മളവിടെ ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യൻസിനെ നേരിട്ട് ഇടപെടരുത്. പ്രത്യേകിച്ച് സ്റ്റാഫിന്റെ ഇൻസ്ട്രക്ഷൻസ് കൂടാതെ ഇന്ററാക്ട് ചെയ്യരുത്. അതോടൊപ്പം തന്നെ എന്താണ്, ഒരിക്കലും നമ്മൾ അവരെ ഒരു വ്യക്തികളെ ആയുധം കൊണ്ട് നേരിടരുത്. നോട്ട് കൺഫ്രണ്ട് ദി ഇൻഡിവിജ്വൽസ് വിത്ത് എ വെപ്പൺ. മനസ്സിലായോ? കോഡ് വയലറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ അല്ലേ? വേഗം വേഗം പറഞ്ഞു പോകുന്നത് എളുപ്പമായതുകൊണ്ടാണ് കേട്ടോ. അറിയാലോ. കോഡ് ബ്രൗൺ. കോഡ് ബ്രൗൺ എന്തിനാണ്? An adult patient is missing. Code brown, an adult patient is missing, lost or absent from the hospital. Code brown എപ്പോഴാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത്? അഡൽട്ട് പേഷ്യൻസ്. അഡൽട്ട് പേഷ്യന്റ് ആരാണ്? അഡൽട്ട് പേഷ്യൻസ് മിസ്സാവുന്ന സമയത്താണ് നമ്മള് കോഡ് ബ്രൗൺ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ. അതായത് ആശുപത്രിയിൽ നിന്ന് മുതിർന്ന ഒരു രോഗിയെ കാണാതാകുന്ന സിറ്റുവേഷൻ, ലോസ്റ്റ് ആവുന്നവരിൽ കാണാതാവുക അല്ലെങ്കിൽ എന്താണ് തട്ടിക്കൊണ്ടുപോകുന്ന സിറ്റുവേഷൻസ് കേട്ടോ. അൺഡക്റ്റഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുന്ന സിറ്റുവേഷൻസിലൊക്കെയാണ് കോഡ് ബ്രൗൺ പുറപ്പെടുവിക്കുന്നത്. When a patient is missing from a patient care unit or outpatient clinic and it is suspected that the patient has been abducted or is lost. ഇനി ഒരു പേഷ്യന്റ് ഒന്നുമില്ലെങ്കിൽ പേഷ്യന്റ് കെയർ യൂണിറ്റിൽ നിന്നോ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിൽ നിന്നോ ഒക്കെ എന്താണ് കാണാതാകുന്ന അല്ലെങ്കിൽ എന്താണ് തട്ടിക്കൊണ്ടുപോകുക അല്ലെങ്കിൽ ഒളിച്ചോടി പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്തരം സിറ്റുവേഷൻസിൽ എന്താണ് അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് കേട്ടോ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കണ്ടക്ട് യൂണിറ്റ് സെർച്ച്. അപ്പൊ ഏത് ഏരിയയിൽ നിന്നാണ് ആ പേഷ്യന്റ് പോയത് ആ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്യണം. The patient does not return as the operator to initiate the code brown. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്തതിനു ശേഷം പേഷ്യന്റിനെ കണ്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമാണ് നമ്മൾ എന്ത് പുറപ്പെടുവിക്കുന്നത്? കോഡ് ബ്രൗൺ പുറപ്പെടുവിക്കുന്നത്. അയാൾ തിരിച്ചു വരുന്നില്ല എന്നാണെങ്കിൽ മാത്രമാണ് നമ്മൾ കോഡ് ബ്രൗൺ പുറപ്പെടുവിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? നോട്ടിഫൈ സെക്യൂരിറ്റി ആൻഡ് പ്രൊവൈഡ് എ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഷ്യന്റ്. സെക്യൂരിറ്റിനെ നമ്മൾ അറിയിച്ചതിന് ശേഷം എന്താണ് ആ പേഷ്യന്റിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അല്ലെ. ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ക്ലോത്ത് ആണ് വെയർ ചെയ്തിരിക്കുന്നത്, ഏത് കളറാണ്, എവിടെ വെച്ചാണ് അദ്ദേഹത്തെ ലാസ്റ്റ് കണ്ടത്, നിങ്ങൾ പറയില്ല അങ്ങനെയുള്ള കാര്യങ്ങളാ. ഓക്കെ. Then notify SMA on call guest relation manager. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? SMA എന്ന് പറയുന്ന ആരെയാണ് നോട്ടിഫൈ ചെയ്യേണ്ടത്? സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റിനെ കേട്ടോ. സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റിനെ വിവരം അറിയിക്കുക അല്ലെങ്കിൽ ഗസ്റ്റ് റിലേഷൻ മാനേജറിനെ വിവരം അറിയിക്കുക. സർവീസ് മാനേജ്മെന്റ് അസിസ്റ്റന്റ് SMA. ഓക്കെ. Then notify the patient's attending physician or staff on call. പിന്നെ നമ്മൾ ആരെയാണ് അറിയിക്കേണ്ടത്? ആ പേഷ്യന്റിനെ നോക്കുന്ന ഫിസിഷ്യൻ ആരാണ് അല്ലെങ്കിൽ സ്റ്റാഫ് ആണ്, അവരുടെ വിവരം അറിയിക്കുക. നോട്ടിഫൈ ദ നഴ്സിംഗ് സൂപ്പർവൈസർ ഓൺ ഡ്യൂട്ടി. ഡ്യൂട്ടിയിലുള്ള നഴ്സിംഗ് സൂപ്പർവൈസറിനെ വിവരം അറിയിക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്താണ് ഫാമിലി മെമ്പേഴ്സിന് അല്ലെങ്കിൽ നോട്ടിഫൈ ദ ഫാമിലി ആസ് അപ്രോപ്രിയേറ്റ്. നമ്മള് ഇമ്മീഡിയറ്റ് കേസുകൾ ചിലപ്പോ ഒന്നും പറയില്ല അല്ലെ, സാഹചര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും ഫാമിലിനെ അറിയിക്കുന്നത്.
നഴ്സിംഗ് സൂപ്പർവൈസർ വിൽ കോണ്ടാക്ട് അഡ്മിനിസ്ട്രേറ്റർ. നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് ആരെ കോണ്ടാക്ട് ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്ററിനെ വിവരം അറിയിക്കുന്നത്. Then the administrator on call will contact with the police for notification. അപ്പൊ ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേറ്ററിനെ അറിയിക്കും. അഡ്മിനിസ്ട്രേറ്റർ ആണ് പോലീസിനെ ഇൻഫോം ചെയ്യുന്നത്. ഓക്കെ, പേഷ്യന്റ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. പിന്നെ social work or nursing staff will assist the patient family members and the staff during the crisis. ഇനി ഈ ഒരു സമയത്ത് സോഷ്യൽ വർക്കേഴ്സ് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അതായത് ഫാമിലി മെമ്പേഴ്സിന് ഒരു ആശ്വാസം എന്നാണോ, അല്ലെങ്കിൽ അവരെ സമാശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കൂടെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ. Then upon locating the patient, notify the in-charge nurse and NSG. ഈ നമ്മൾ പേഷ്യന്റിനെ എവിടെയെങ്കിലും ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ നോട്ടിഫൈ ദ ഇൻചാർജ് നഴ്സ് ആൻഡ് NSG. NSG എന്ന് പറയുന്ന ആരാണ്? NSG നഴ്സിംഗ് സൂപ്പർവൈസറിന് ഷോർട്ട് ഫോമിൽ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. NSG എന്ന് പറയുന്ന നഴ്സിംഗ് സൂപ്പർവൈസറിനെ വിവരം അറിയിക്കുക. നഴ്സ് അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസറിനെ നമ്മള് വിവരം അറിയിക്കണം. പേഷ്യൻസ് തിരിച്ചെത്തിയിട്ടുണ്ട്, പേഷ്യന്റ് തിരിച്ചെത്തിയിട്ടുണ്ട്. ദെൻ അദ്ദേഹത്തിന്റെ പ്രിസ്ക്രിപ്ഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ്? ലൊക്കേറ്റ് ആൻഡ് ഡിസ്ക്രൈബ് ദ പേഷ്യന്റ് സ്റ്റാറ്റസ്. പേഷ്യന്റ് സ്റ്റേബിൾ ആണോ, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവരെ അറിയിക്കേണ്ടതുണ്ട്. Then the nursing supervisor will notify the administrator. അപ്പോൾ വിവരം അറിഞ്ഞതിന് ശേഷം അഡ്മിനിസ്ട്രേറ്ററിന് നഴ്സിംഗ് സൂപ്പർവൈസർ വിളിച്ചു പറയും അല്ലെ, പോലീസിന് ഇൻഫോം ചെയ്തിട്ടുണ്ട് നമ്മളെ ഇങ്ങനെ ഒരാളെ മിസ്സിംഗ് ആണ്. ദെൻ അദ്ദേഹം ആയിരിക്കും അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യും? അഡ്മിനിസ്ട്രേറ്റർ ഓൺ കോൾ റിഗാർഡിംഗ് ദ റിട്ടേൺ സ്റ്റാറ്റസ് ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റ് തിരിച്ചെത്തിയെന്നുള്ള ഇൻഫർമേഷൻസ് അറിയിക്കുന്നതായിരിക്കും. Then in-charge nurse will contact the attending physician or on-call house staff that patient has returned to the unit, assess and document the patient status. പിന്നെ നഴ്സ് എന്ത് ചെയ്യും? പേഷ്യന്റ് തിരിച്ചെത്തി എന്നുള്ള വിവരം ഫിസിഷ്യൻ അറിയിക്കുകയും ബാക്കി അതിനുശേഷം എന്താണ് പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അവര് വിലയിരുത്തുകയും ചെയ്യുന്നു. ഓക്കെ, എന്താണ് കോഡ് ബ്രൗൺ എന്ന് പറയുന്നത്? ഒരു അഡൾട്ട് മിസ്സിംഗ് ആവുന്ന സമയത്താണ് കോഡ് ബ്രൗൺ പുറപ്പെടുവിക്കുന്നത്. അതായത് ഏത് ഏരിയയിൽ നിന്നാണോ മിസ്സായിരിക്കുന്നത് ആ ഏരിയ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിനു ശേഷം എന്താണ് നമ്മള് പേഷ്യന്റ് തിരിച്ചു വന്നില്ല എന്നാണ് പേഷ്യൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻഫോം ചെയ്യുന്നത്. പേഷ്യന്റിന്റെ പേഴ്സണൽ ഡിസ്ക്രിപ്ഷൻസ്, ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, ആളെ കാണാൻ എങ്ങനെയാണ്, കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ വെളുത്തതാണോ എന്നുള്ള ഇൻഫർമേഷൻസ് കൊടുക്കും. പിന്നെന്താണ് ഫിസിഷ്യൻസിന് അല്ലെങ്കിൽ ആളെ നോക്കുന്ന നഴ്സിംഗ് സൂപ്പർവൈസറിന് വിവരം അറിയിക്കുന്നു. ഫിസിഷ്യനും നഴ്സും എന്താണ് അവരെ വിവരം അറിയിച്ചതിന് ശേഷം ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ ആവശ്യമെന്നാണ് വിവരങ്ങൾ അറിയിക്കും. അതിനുശേഷം എന്താണ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേറ്ററെ കോൺടാക്ട് ചെയ്യും, അഡ്മിനിസ്ട്രേറ്റർ പോലീസിനെ കോൺടാക്ട് ചെയ്യും. പേഷ്യന്റ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പേഷ്യൻസിന്റെ സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു കാര്യം വിട്ടുപോയി, നഴ്സിംഗ് സ്റ്റാഫ് ആയിരിക്കും പേഷ്യൻസിന്റെ ഫാമിലിനെ അസിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് ചെയ്യുന്ന സ്റ്റാഫുകളായിരിക്കും പേഷ്യന്റിന്റെ ഫാമിലിനെ അസിസ്റ്റ് ചെയ്യുന്നത്. പേഷ്യന്റ് തിരിച്ചു വന്നുവെങ്കിൽ നമ്മള് നഴ്സിംഗ് ഇൻചാർജ് സൂപ്പർവൈസറിനെ ഇൻഫോം ചെയ്യുന്നു. അദ്ദേഹം ആയിരിക്കും അഡ്മിനിസ്ട്രേറ്ററിന് വിവരം അറിയിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുമല്ലോ പോലീസിലേക്ക് അതിന് ഇൻഫോർമേഷൻ കൊടുക്കുന്നത്. പിന്നെ പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് നമ്മൾ നോക്കും. ആള് കോൺഷ്യസ് ആണോ സ്റ്റേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യും. അതിനുശേഷം ഫിസിഷ്യൻ എന്ത് ചെയ്യും? ആ പേഷ്യൻസിന്റെ നില എങ്ങനെയുള്ളതാണെന്നുള്ളത് കൃത്യമായി ചെക്ക് ചെയ്യുന്നു. ഓക്കെ, കോഡ് ബ്രൗൺ. നമ്മുടെ ഡിസാസ്റ്ററിന്റെ എല്ലാ റെസ്പോൺസ് കോഡ്സും കംപ്ലീറ്റഡ് ആണ് കേട്ടോ. നിങ്ങൾ ഓരോ കോഡും എന്തിനും ഡിനോട്ട് ചെയ്തു എന്നുള്ളത് ആദ്യം പഠിച്ചു വെക്കണം. കോഡ് പിങ്ക് ഡയബറ്റിക്, കോഡ് ബ്ലൂ എന്താണ് കാർഡിയാക് അറസ്റ്റ്, കോഡ് റെഡ് ഫയർ, കോഡ് ബ്രൗൺ എന്താണ് അഡൾട്ട് മിസ്സിംഗ്, കോഡ് യെല്ലോ എക്സ്റ്റേണൽ ഡിസാസ്റ്റർ. അങ്ങനെ ഓർത്ത് വയ്ക്കാതെ അത് കംപ്ലീറ്റ് ആയിട്ട് അത് മാറിപ്പോകരുത്. ബാക്കിയുള്ളത് നമുക്ക് എങ്ങനെയും മനസ്സിലാവും. ക്വസ്റ്റ്യൻസ് നോക്കി മാറ്റി പഠിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? കുറച്ച് പിള്ളേരെ എനിക്ക് സ്ക്രീനിലേക്ക് നോക്കാനോ പറ്റുന്നില്ല, ഭയങ്കര കളയാണ്. ഓക്കെ, ആ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റലാണ് കേട്ടോ.
ടെക്സ്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ? PDF ചെറിയൊരു ചാപ്റ്റർ ആണിത്. ചാപ്റ്റർ 41. നിങ്ങളുടെ നമ്പർ നോക്കാം കേട്ടോ, പേര് നോക്കിയിട്ട് എടുക്കാം കയ്യിലുള്ളവരെ. യെസ്. Chapter 41, Safety and Security in the Hospital. Define safety. എന്താണ് സേഫ്റ്റി എന്ന് പറയുന്നത്? Safety means to be free from injury, risk or harm. ആണോ? എന്താണ് സുരക്ഷ അല്ലെങ്കിൽ എന്ന് പറയുന്നത്? എന്തെങ്കിലും നിന്നോ എന്തെങ്കിലും മുറിവുകളോ പരിക്കുകളോ നിന്നും അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെയാണ് നമ്മൾ സേഫ് ആയി എന്ന് പറയുന്നത്, സേഫ്റ്റി എന്ന് പറയാം അല്ലെ? ഓക്കെ. ഇനി ഈ സേഫ്റ്റിനെ സേഫ്റ്റിയിൽ 2 റെസ്പോൺസിബിലിറ്റീസ് പറയുന്നത്. അതായത് മാനേജ്മെന്റ് ഓഫ് എനി ഹോസ്പിറ്റൽ ഹാസ് 2-fold റെസ്പോൺസിബിലിറ്റി കൺസേണിങ് സേഫ്റ്റി. 2 രീതിയിൽ നമ്മൾ സുരക്ഷിതത്വത്തിനെ ഇവിടെ പറയുന്നത്. അതായത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ട ഉത്തരവാദിത്തമുണ്ട്. സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇരട്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്തൊക്കെയാണ്? To make the workplace and surroundings safe by creating safe conditions. To establish, communicate to all concerned and enforce safety rules. എന്താണ് പറയുന്നത്? To make workplace and surroundings safe by creating safe conditions. നമ്മുടെ ഹോസ്പിറ്റലിലെ സറൗണ്ടിങ്സ് എങ്ങനെയുള്ള സെറ്റിംഗ്സ് ആയിരിക്കുള്ളൂ? അല്ലെങ്കിൽ വർക്ക് പ്ലേസ് അല്ലെങ്കിൽ മറ്റു കണ്ടീഷൻസ് എങ്ങനെയുള്ളതായിരിക്കുള്ളൂ? വളരെ സേഫ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം അല്ലെ? ടു മേക്ക് വർക്ക് പ്ലേസ് ആൻഡ് സറൗണ്ടിങ്സ് സേഫ് ബൈ ക്രിയേറ്റിംഗ് സേഫ് ആയിരിക്കണം. ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്ഥലമാണെങ്കിലും ചുറ്റുപാടുകളാണെങ്കിലും എങ്ങനെയാണ്? നമുക്ക് വളരെ സുരക്ഷിതത്വം ഉണ്ടായിരിക്കണം. മറ്റ് അപകടങ്ങളൊന്നും തന്നെ പറ്റാനായിട്ട് പാടുള്ളതല്ല. അതാണ് ആദ്യത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ. രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടു എസ്റ്റാബ്ലിഷ്, communicate to all concerned and enforce safety rules. To establish, communicate to all concerned and enforce safety rules. എന്താ പറയുന്നത്? ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് നമുക്ക് ആശയവിനിമയം നടത്താനും സുരക്ഷാ നിയമങ്ങൾ നടപ്പാക്കാനും സ്ഥാപിക്കണം അല്ലെ? എല്ലാ തരത്തിലുള്ള സേഫ്റ്റി റൂൾസുകള് ഹോസ്പിറ്റലിൽ സ്ഥാപിക്കേണ്ടതുണ്ട്. അതായത് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ടും കൺസേൺ ആയിട്ടുള്ള എല്ലാവരുമായിട്ടും ആശയവിനിമയം നടത്തുന്നതിനും സുരക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കാനും സ്ഥാപിക്കുക. അപ്പോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലിന് 2-fold റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത്. സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒന്ന്, അവിടുത്തെ വർക്ക് പ്ലേസ്, സറൗണ്ടിങ്സ് മുതലായവ എങ്ങനെയുള്ള കണ്ടീഷൻസിലായിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്? സേഫ് കണ്ടീഷൻസ് ആയിരിക്കണം അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ എന്താണ്? enforce safety rules. എല്ലാ ഏരിയാസിലേക്കും എല്ലാ ബന്ധപ്പെട്ട ഏരിയാസിലേക്കും നമ്മൾ സേഫ്റ്റി റൂൾസുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, മനസ്സിലായോ സേഫ്റ്റി എന്താന്ന്? Safety awareness. Next one, safety awareness. Safety awareness knowledge of work-related risk is necessary. Lab, nursing floors, laundry and kitchen demand special instructions and broad safety rules. Safety awareness എന്ന് പറയുന്നത് എന്താണ്? സുരക്ഷാ അവബോധം എന്ന് നമ്മൾ പറയും അല്ലെ? സുരക്ഷാ അവബോധം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഏത് വർക്കാണോ ചെയ്തത് ആ വർക്ക്സിൽ നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ ആ വർക്കിൽ എന്തൊക്കെ റിസ്കുകൾ ഉണ്ടാകും അല്ലെ? എന്തൊക്കെ റിസ്ക് ആണ്, എന്തൊക്കെ അപകട സാധ്യതകളാണ് നമ്മൾ അത് വിലയിരുത്തിയതിനു ശേഷമാണ് നമ്മൾ അതിൽ വർക്ക് ചെയ്യുന്നത് അല്ലെ? പ്രത്യേകിച്ച് എങ്ങനെയുള്ള സ്ഥലങ്ങളാണ്? ലാബ്, നഴ്സിംഗ് ഫ്ലോർസ്, ലൗണ്ടറി ആൻഡ് കിച്ചൺ. അവിടേക്ക് എന്താണ് നമ്മൾ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് സേഫ്റ്റി അവയർനെസ് എന്ന് പറയുന്നത്. നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാകും അതിനെ കുറിച്ച് നമുക്ക് ഒരു അവയർനെസ്, അവബോധം ഉണ്ടായിരിക്കണം. ഓക്കെ, ഹോസ്പിറ്റലിൽ മാത്രമല്ല ഏത് ഏരിയ ആണെങ്കിലും എന്താണ് എവിടെയാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അവിടെ എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടെന്നായിരിക്കും നമ്മൾ ആദ്യം നോക്കുന്നത് അല്ലെ? അങ്ങനെ പോയാൽ വീഴോ, ഇങ്ങനെ പോയാൽ എന്തെങ്കിലും പറ്റുമോ, അതൊക്കെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും. ഓക്കെ, യെസ്. ആ റിസ്കുകൾ ഒഴിവാക്കിക്കൊണ്ട് അതിനുള്ള മെഷേഴ്സ് സ്വീകരിച്ചിട്ടാണ് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നത്.
ഇനി employee should develop a safe attitude and safe behavior. These causative factors for most accidents are more human than environmental. എംപ്ലോയീസ് എങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്? സേഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സേഫ് ബിഹേവിയർ. എന്താ പറയുന്നത്? ജീവനക്കാർ സുരക്ഷിതത്വമുള്ള ഒരു മനോഭാവം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ ബിഹേവ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ മൂലം ആർക്കും ഒരു അപകടം പെടാൻ പാടില്ല അല്ലെ? നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസസിൽ അപകടം ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ കാരണമാകരുത് അല്ലെ? നമ്മളങ്ങനെ എല്ലാവരും ചിന്തിക്കുന്നവരല്ലേ? നമ്മൾ കാരണം ആർക്കും ഉപദ്രവം ഉണ്ടാകരുത്. അപ്പൊ ഇങ്ങനത്തെ സേഫ് കണ്ടീഷൻ ആണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളുടെ അശ്രദ്ധ മൂലമായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നത്. അപ്പൊ അവിടെ സേഫ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും നമ്മൾ കാണിക്കേണ്ടത്. ദിസ് കോസ്റ്റീവ് ഫാക്ടേഴ്സ് ഓർ മോസ്റ്റ് ആക്സിഡന്റ്സ് ആർ മോർ ഹ്യൂമൻ ദാൻ എൻവയോൺമെന്റൽ. ഇപ്പൊ എന്താണ്? നമ്മൾ സുരക്ഷിതമായിട്ടുള്ള ഒരു പെരുമാറ്റം സൃഷ്ടിക്കുന്നതോടൊപ്പം എന്താണ്? മിക്ക അപകടങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് പരിസ്ഥിതിയേക്കാൾ മനുഷ്യരാണെന്നാണ് പറയുന്നത്. പ്രകൃതിനേക്കാൾ കൂടുതൽ അപകടങ്ങൾക്ക് കാരണക്കാരാകുന്നത് ആരാണ്? മനുഷ്യരാണ് അല്ലെ? മനുഷ്യൻ ചെയ്യുന്ന പല പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് പ്രകൃതിക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാവുന്നത്. ശരിയല്ലേ? യെസ്. നമ്മളുടെ അശ്രദ്ധ മൂലം സംഭവിക്കുന്ന അപകടങ്ങളാണ് മനുഷ്യന്റെ അശ്രദ്ധ മൂലം സംഭവിക്കുന്ന അപകടങ്ങളാണ് എല്ലാം. ഓക്കെ, മനുഷ്യന്റെ അശ്രദ്ധ മൂലമാണ് പ്രകൃതി ക്ഷോഭിക്കുന്നത് അല്ലെ? ശരിയല്ലേ? നമ്മള് ഫ്ലാറ്റൊക്കെ പണിത് നിർത്തി മലമുകളിലൊക്കെ കൊട്ടാരങ്ങളൊക്കെ കെട്ടി എന്താണ് ഒരു സിറ്റുവേഷൻ വന്നപ്പോ അതൊക്കെ കൂടെ താഴേക്ക് പോന്നു ഫ്ലഡൊക്കെ ആയിട്ട്. യെസ്, മനുഷ്യന്റെ ശാസ്ത്രീയ പ്രവർത്തനമാണ് പ്രകൃതിയെ പോലും ദുരന്തത്തിലേക്ക് എത്തിക്കുന്നത്. സേഫ്റ്റി അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കണ്ടീഷൻസിൽ എന്തൊക്കെ റിസ്കുകൾ ഉണ്ടെന്നുള്ള അവബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പ്രത്യേക ഏരിയാസ് ഉണ്ട്, ഏതൊക്കെയാണ്? ലാബ്, നഴ്സിംഗ് ഫ്ലോർ, ലൗണ്ടറി ആൻഡ് കിച്ചൺ ഏരിയ. അവിടെയൊക്കെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ എല്ലാ സ്റ്റാഫുകളും എന്താണ്? സേഫ് ആയിട്ടുള്ള സേഫ് ബിഹേവിയർ, സേഫ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം കാണിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ സേഫ്റ്റി അവയർനെസ് എന്താണെന്ന്? നെക്സ്റ്റ്, ഹോസ്പിറ്റൽ സേഫ്റ്റി റൂൾസ്. ജനറൽ സേഫ്റ്റി റൂൾസ് പേഴ്സണൽ. ഇത് ജനറൽ സേഫ്റ്റി റൂൾസ്. പേഴ്സണൽ എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാഫുകൾ ശ്രദ്ധിക്കേണ്ട പൊതുവായിട്ടുള്ള സുരക്ഷാ നിയമങ്ങൾ എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ സ്വീകരിക്കേണ്ട പൊതുവായിട്ടുള്ള സേഫ്റ്റി റൂൾസുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. Right way to do a job in the hospital in the safe way. Right way to do a job in the hospital in a safe way. നമ്മൾ ഹോസ്പിറ്റലില് ജോലി ചെയ്യുന്ന സമയത്ത് അത് എന്താണ്? എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്? റൈറ്റ് വേയിൽ. അത് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. വളരെ ശ്രദ്ധ കൊടുത്ത് സേഫ് ആയിട്ട് സുരക്ഷിതത്വത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റണം. അല്ലാതെ ഇങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം പറ്റും അല്ലെ? അപ്പൊ കറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യേണ്ട ഡ്യൂട്ടി എങ്ങനെയാണോ അതോ അതുപോലെ തന്നെ ചെയ്യാം. നമ്മളുടെ ഇഷ്ടത്തിനത് മാറ്റിമറിക്കുമ്പോഴാണ് എന്തെങ്കിലും തരത്തിൽ അപകടം വരുന്നത്. ഓക്കെ, then know your job absolutely. എന്താണ്? നിങ്ങളുടെ ജോലി എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിയുക. എന്താണ് നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടായിരിക്കണം. ഓക്കെ, then whenever there is a doubt, do not indulge in guesswork as the supervisor. ഇനി നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ സംശയം തോന്നുകയാണെങ്കിൽ ഒരിക്കലും നമ്മള് ഗസ് ചെയ്ത് ചെയ്യരുത്. അങ്ങനെ ചെയ്തേക്കാം, ഊഹാപോഹങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണം? നമുക്കൊരു തോന്നലുണ്ടാവും അല്ലെ, അങ്ങനെ ചെയ്തേക്കാം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതായിരിക്കും ഏറ്റവും വലിയ അപകടം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡൗട്ട് തോന്നുന്ന സമയത്ത് സൂപ്പർവൈസറോട് ചോദിക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മള് സംശയങ്ങൾ വരുമ്പോൾ അത് മാർക്ക് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? 3 പോയിന്റ്സ്. എളുപ്പമല്ലേ പിള്ളേരേത്? Then never handle or operate machinery, tools, equipment without authorization. Never handle or operate machinery, tools, equipment without authorization. നമ്മൾ അവിടെ എന്തെങ്കിലും അനുമതി ഇല്ലാതെ ഒരു ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അനുമതി ഇല്ലാതെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ നിന്ന് എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഉപകരണങ്ങൾ നമ്മൾ ഒരിക്കലും ഒരു ഓതറൈസേഷൻ ഇല്ലാതെ നമ്മളത് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് കൈകാര്യം ചെയ്യുകയോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യരുത് കേട്ടോ. അത്തരത്തില് അറിയാത്ത ഉപകരണങ്ങളാണെങ്കിൽ. Then be vigilant and observe eagerly. Be vigilant and observe eagerly. നമ്മൾ എപ്പോഴും ജാഗ്രത പുലർത്തിയിരിക്കണം.
കാരണം എപ്പോ വേണമെങ്കിലും അപകടം സംഭവിക്കാം. അപകടത്തിന് ഇത്ര ടൈം ഷെഡ്യൂളൊന്നും ഇല്ല അല്ലെ. അപകടം നമുക്ക് എപ്പോ വേണമെങ്കിലും, നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല, എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കണം, വളരെ വിജിലന്റ് ആയിട്ടിരിക്കണം. ഒരു റിസ്ക് ഉണ്ടാകും എന്നുള്ളൊരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ. നമ്മളിപ്പോ പോകുന്ന വഴിയിൽ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ. യെസ്, ആ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിക്കും, ഒന്നും സംഭവിക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. അതാണ് അവിടെ പറയുന്നത് അല്ലെ. അപ്പൊ വിജിലന്റ് ആയിട്ട് ചുറ്റുപാട് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം, എവിടെ നിന്നാണ് അപകടം വരുന്നതെന്നൊന്ന് സൂക്ഷിക്കുക. റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി എനി ഫോൾട്ട് എക്യുപ്മെന്റ്. ഇനി എന്തെങ്കിലും എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും ഫോൾട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക. അതിപ്പോ നമ്മൾ നിന്ന് പണിയാൻ നിൽക്കരുത്, എന്ത് ചെയ്യണം, അത് അറിയിക്കേണ്ടവരെ റിപ്പോർട്ട് ചെയ്യിക്കുക. Unsafe condition or acts, defective or broken equipment. Unsafe conditions or acts, defective or broken equipments. എന്താ പറയുന്നത്, അൺസേഫ് ആയിട്ടുള്ള കണ്ടീഷൻസിലൊന്നും ബ്രോക്കൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒന്നും ഉപയോഗിക്കരുത്, അതിൽ കയറി പണിയാൻ നിൽക്കരുത് അല്ലെ. യെസ്, അങ്ങനെയുള്ള ഉപകരണങ്ങളൊന്നും നമ്മൾ ചെയ്തു നോക്കാന്നൊക്കെ വിചാരിച്ച് ചെയ്യും. പക്ഷെ എന്തെങ്കിലും ഷോർട്ടേജസോ അത്ര എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെയാണ് അപകടം ഉണ്ടാവുന്നത്. ചിലപ്പോൾ മരണകാരണം വരെ ആയിരിക്കാം അല്ലെ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. Then to be physically and emotionally fit for your work by maintaining good health and proper diet. To be physically and emotionally fit for your work by maintaining good health and proper diet. ഈ സുരക്ഷയോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്, നമ്മൾ ഇമോഷണലി ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം അല്ലെ. മാനസികവും ശാരീരികമായിട്ടും നമ്മളെ ഫിറ്റ് ആയിരിക്കണം. അത് നമ്മുടെ വർക്കിനെയാണ് അത് ബാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളൊരു നല്ല ആരോഗ്യം പുലർത്തേണ്ടതുണ്ട്. നല്ലൊരു ഗുഡ് ഹാബിറ്റും ഗുഡ് ഡയറ്റും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. പ്രോപ്പർ ആയിട്ടൊരു ഡയറ്റും കൂടി നമ്മൾ നമ്മുടെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ഫിസിക്കലും ഇമോഷണലായിട്ടും ഫിറ്റ് ആകുകയും വേണം. എന്താണ്, ഗുഡ് ഹെൽത്ത് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഓക്കെ, refrain from alcoholic drinks. ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കണോ? ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. refrain from alcoholic drinks അല്ലെ. നമ്മൾ ഹോസ്പിറ്റൽ സിറ്റുവേഷൻസിൽ എക്സാമ്പിൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോ എന്തെങ്കിലും ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും രാത്രി കാലങ്ങളിലൊക്കെ, കാഷ്വാലിറ്റിയിലൊക്കെ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ വരാനുണ്ട്, അല്ലെങ്കിൽ പേഷ്യൻസിനോട് മോശമായിട്ട് ബിഹേവിയർ ഉണ്ടാകും, അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇൻ കേസ് അവർക്ക് തന്നെ അപകടം സംഭവിക്കാറുണ്ട്. അപ്പൊ അതിനൊന്നും അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടാക്കരുത്. ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കണം. പേഴ്സണൽ ഹൈജീൻ ഈസ് ഇമ്പോർട്ടന്റ്. വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്താ, പേഴ്സണൽ ഹൈജീൻ അല്ലെ. നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കണം. കൃത്യമായിട്ട് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് കൈകൾ വാഷ് ചെയ്യുക. റിപ്പോർട്ട് ടു ദ ഡോക്ടർ whenever you are ill with an infection instantly and stay home. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്താണ് ഡോക്ടേഴ്സിനെ അറിയിക്കേണ്ടതുണ്ട്. വരാൻ പറ്റാത്ത സിറ്റുവേഷൻസിലാണ് നമ്മൾ വീട്ടിൽ തന്നെ തുടരുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്ന് പിന്നെയും കൂടുതൽ പ്രോബ്ലംസിലേക്ക് വരുന്നതിൽ നല്ലത് വീട്ടിൽ തന്നെ തുടരുന്നതാണ്. Then cooperate with the hospital infection control committee. നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് നല്ല സഹകരണ മനോഭാവത്തോടെയായിരിക്കും പ്രവർത്തിക്കേണ്ടത്. ബൈ ഒബ്സർവിംഗ് പ്രൊസീജിയേഴ്സ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്. അപ്പൊ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കമ്മിറ്റി നമുക്ക് കുറെ പ്രൊസീജിയേഴ്സ് തന്നിട്ടുണ്ടാവും അല്ലെ, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്. ആ പ്രൊസീജിയേഴ്സ് ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ പാലിക്കേണ്ടതുണ്ട്. ഏതൊക്കെ പോളിസീസ് ആണോ അതെല്ലാം നമ്മൾ പാലിക്കേണ്ടത്. അതുമായി കോപ്പറേറ്റ് ചെയ്തായിരിക്കണം പോകേണ്ടത് എല്ലാ സ്റ്റാഫുകളും. ഓക്കെ, പിന്നെ wear proper uniform and clothing for your job, neither too tight or too loose jewelry and high-heeled footwear may be dangerous. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രധാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. പ്രോപ്പർ ആയിട്ടുള്ള യൂണിഫോംസ്, സ്റ്റാഫുകളുടെ യൂണിഫോംസ് ഉണ്ടായിരിക്കും. നമ്മുടെ ജോലിക്ക് ഏതാണോ അനുയോജ്യം അതിനുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഒരിക്കലും നമ്മൾ ടൈറ്റ് ആയിട്ടുള്ളതോ വളരെ ലൂസ് ആയിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുക. നമുക്ക് എപ്പോഴും ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള യൂണിഫോംസ് യൂസ് ചെയ്യുക. അതുപോലെ ജ്വല്ലറീസ് ഒക്കെ ഒഴിവാക്കുക. അല്ലെങ്കിൽ ഒരുപാട് ജ്വല്ലറീസ് ഒക്കെ ഇട്ടൊന്നും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹൈ ഹീൽഡ് ആയിട്ടുള്ള ഹൈ ഹീൽസ് ഇല്ല, നമ്മുടെ ഹീലുള്ള ഫുഡ് വെയർസ് ഉപയോഗിക്കും. മിക്കതും നമ്മുടെ ഷൂസോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള ഫ്ലാറ്റഡ് ആയിട്ടുള്ള ചപ്പൽസുകളെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, യെസ്. Walk, not run, especially when you are taking delicate breakable articles or instruments. ഇനി നമ്മൾ ഹോസ്പിറ്റലിൽ നടക്കുന്ന സമയത്ത് എന്താണ്, എങ്ങനെയായിരിക്കണം,
പ്രത്യേകിച്ച് എന്തെങ്കിലും സാധനങ്ങൾ ഉപകരണങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് എടുത്തുകൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവച്ചാൽ ഒരിക്കലും നമ്മൾ ഓടിപ്പോകരുത്, നടന്ന് വേണം പോകാനായിട്ട് അല്ലെ. യെസ്, ഓടിക്കഴിഞ്ഞാൽ എന്താണ് ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഓടി വരുന്ന സമയത്ത് അപ്പോഴും നമ്മൾ വീഴാനുള്ള സാധ്യതയുണ്ട്, സ്ലിപ്പായി വീഴാം അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ഇടിച്ചു വീഴാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ നടന്നായിരിക്കണം ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും എന്താണെങ്കിലും കൊണ്ടുപോകേണ്ടത്. ഓക്കെ, if you see foreign material loose wire or spill etc on the floor, that may be cause of an accident. ഇനി നിങ്ങൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് ലൂസായി കിടക്കുന്ന വയറുകൾ അല്ലെങ്കിൽ ഓയിൽ സ്പില്ലേജ് ലീക്കേജ് ഒക്കെ വന്ന് താഴെ ഫ്ലോറിൽ കിടക്കുകയാണെങ്കിൽ എന്താണ് വേഗം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അത് നോക്കി കണ്ടിട്ട് വേണം മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടാൽ നമ്മൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക, സ്കിൽ അവിടെ ക്ലീൻ ചെയ്യേണ്ടതാണ്. അങ്ങനെ കിടന്ന എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, then practical jokes. Do not indulge in practical jokes involving fire, acid, water, compressed air and other potentially hazardous things. എന്താണ് ഈ പ്രാക്ടിക്കൽ ജോക്സ് എന്ന് പറയുന്നത്? എന്തായിരിക്കാം? നമ്മളോട് അവിടെ തീ കത്തുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ വെള്ളം പോകുന്നുണ്ട്, അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോകും, നമ്മൾ ആദ്യം പോയി നോക്കും അല്ലെ, എന്താണെന്ന് കാണാനുള്ളൊരു വരണ്ട് നമുക്ക് അല്ലെ, അവിടെ എന്ത് സംഭവിക്കുന്നത് കണ്ടിട്ട് മനസ്സിലാവുള്ളൂ. പക്ഷെ അപകടമുള്ള സാധ്യതകളായിരിക്കും അല്ലെ. പ്രാക്ടിക്കൽ ജോബ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ പോകരുതെന്ന് റെസ്ട്രിക്ട് ചെയ്യുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോയി നോക്കും. ഹസാർഡസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും. അപ്പോൾ ആസിഡ് വാട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫയർ നടക്കുന്നുണ്ട്, പക്ഷെ പോയി കണ്ടില്ലേ നമുക്ക് സമാധാനം ഉണ്ടാവില്ല, പോയിട്ട് അപകടം വിളിച്ചു വരുത്താറുണ്ട്. ദാറ്റ് ഈസ് പ്രാക്ടിക്കൽ ജോബ്സ്. അതിനെയാണ് ആ ഒരു ഫ്രെയിമിലാണ് അത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ അവിടെ അങ്ങനെ നടക്കുന്നുണ്ട് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് എടുത്ത് ചാടരുത്. അതിന് പകരം എന്താണ്, ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരത് റിപ്പോർട്ട് ചെയ്യാം, ഇൻഫോം ചെയ്യണം അതിലേക്ക് പോകരുതെന്നുള്ളത്. യെസ്, ഒരു സംശയം തോന്നിയോ പ്രാക്ടിക്കൽ ജോബ് എന്താണെന്ന്? ഇല്ല, മനസ്സിലായി. നോ ക്ലിയർ, മനസ്സിലായില്ല. എന്താണ് ശരണ്യ മനസ്സിലാവുന്നത്? അതല്ല, ഏതാടാ? അതല്ലാണ്. മനസ്സിലായില്ല, മെസ്സേജ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ പൊട്ടൻഷ്യൽ ഹസാർഡസ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ കിടക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് അറിയും അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് അതിലേക്ക് ചെയ്യരുത് കേട്ടോ. പക്ഷെ നമ്മൾ പോയി നോക്കും, എന്താണെന്ന് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. Then warning boards. Pay attention to all warning boards. These signs warn you about dangerous and hazardous that may cause injury or harm. ഇനി വാർണിംഗ് ബോർഡ്സ് എന്താണ്? നമ്മുടെ ജോലിയുടെ സുരക്ഷ വർദ്ധിക്കാൻ വേണ്ടി വാർണിംഗ് ബോർഡ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് നമുക്ക് കുറച്ചുകൂടി അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ വാർണിംഗ് ബോർഡുകൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയില്ല, ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്, ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാർണിംഗ് ബോർഡ്സുകൾ വെക്കുന്നത്. വാർണിംഗ് ബോർഡ്സിൽ എഴുതിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഓക്കെ, then work procedure. Be familiar with your work procedure, including safety practices at work. Work procedure. Be familiar with your work procedure. നമ്മൾ ചെയ്യുന്ന ജോലിയിലെ നമുക്ക് എന്താണ്, നമുക്കത് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ അതിൽ അത്യാവശ്യം പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? സേഫ് ആയിട്ടായിരിക്കും നമ്മൾ ആ ജോലി ചെയ്യേണ്ടത് അല്ലെ. സേഫ് ആയിട്ട് നമ്മൾ ആ പ്രൊസീജിയർ ചെയ്ത് തീർക്കണമെങ്കിൽ നമുക്ക് സേഫ്റ്റി പ്രാക്ടീസസ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ജോലി എന്താണോ അത് നമ്മൾ എങ്ങനെയായിരിക്കണം ചെയ്തു തീർക്കേണ്ടത്? ജോലിയിൽ സേഫ്റ്റി നടപടിക്രമങ്ങൾ ഉണ്ടാവും, ആ നടപടിക്രമങ്ങൾ അനുസരിച്ചിട്ട് മാത്രമായിരിക്കും നമ്മൾ ആ ജോലി ചെയ്ത് തീർക്കേണ്ടത് സേഫ് ആയിട്ട്. ഓക്കെ, then handrails. Always use handrails on stairways or ramps. handrails കണ്ടിട്ടില്ലേ നമ്മൾ സ്റ്റെയറിന് സൈഡിലുള്ള ഹാൻഡ്രൈൽസുകൾ? നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചില നഴ്സുമാർ ചാടി കയറി പോകുന്ന കണ്ടിട്ടില്ലേ? നഴ്സുമാര് മാത്രമല്ല നമ്മളും ഒരു പടി കഴിഞ്ഞാൽ പിന്നെ 2 പടി കഴിഞ്ഞിട്ടായിരിക്കും കാല് കുത്തിക്കും അല്ലെ. അങ്ങനെ ഓടി കയറാറുണ്ട്, ചാടി പോവാറൊക്കെ ഉണ്ട്. ഹാൻഡ്രൈൽസ് യൂസ് ചെയ്യാറില്ല. കയറാൻ പാടില്ലാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ പതിയെ തിരിച്ചു കയറുന്നത്. ഏറ്റവും അപകടമാണ് അല്ലെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കാരണം ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കാം, പ്രത്യേകിച്ച് സ്റ്റെയർ കയറുന്ന സമയത്തോ റാമ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ പ്രതലമായിരിക്കും അല്ലെ. നമ്മളിപ്പോ വീൽ ചെയർസ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലേ,
അതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് റെയിൽസിൽ പിടിച്ചിട്ട് വേണം നമ്മൾ കയറാനായിട്ട്, അല്ലെങ്കിൽ തെറ്റി വീഴാനും തലകുത്തി മറിഞ്ഞൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഹാൻഡ് റെയിൽസ് യൂസ് ചെയ്യുക. Then overhead objects, when you try to take objects, overhead objects, always use a good ladder. Do not climb or chair എന്നാണ് കേട്ടോ, ചെയർ ഓർ ബോക്സസ്. ഓവർഹെഡ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് ഇപ്പൊ ലാബിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കുക, ഫാർമസിയിലൊക്കെ മുകളിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഒബ്ജക്ട്സ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് എന്തുപയോഗിക്കും? ചിലപ്പോൾ കസേര എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബോക്സ് ഒക്കെ കയറ്റി വെച്ചിട്ട് അതിന്റെ മുകളിലൊക്കെ കയറുന്നത് എന്താണ്, നമ്മളത് എടുക്കാൻ ശ്രമിക്കും അല്ലെ. അത് ഏറ്റവും അപകടമാണ്. അത് എന്താണ് അവിടെ യൂസ് ചെയ്യേണ്ടത്? ലാഡേഴ്സ് ആണ്. ലാഡർ എന്താണ്? കോണി അല്ലെ. കോണി ഉപയോഗിച്ചിട്ട് മാത്രമായിരിക്കണം നമ്മൾ അത് എടുക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ചെയർ ഇട്ടോ ബോക്സസ് ഒക്കെ വെച്ചിട്ട് ഒന്നും കയറി മുകളിലുള്ള ഒബ്ജക്ട്സുകളൊന്നും തന്നെ എടുക്കാനായിട്ട് പാടുള്ളതല്ല. അവിടെയും അപകടങ്ങൾ ഉണ്ടാവുന്നതാണ്. ഓക്കെ, യെസ്. നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്? ജനറൽ സേഫ്റ്റി റൂൾസ് ഫോർ പേഴ്സണൽ. ഹോസ്പിറ്റലിലെ സ്റ്റാഫുകള് ജനറൽ ആയിട്ട് ഉപയോഗിക്കേണ്ട സുരക്ഷാ റൂൾസുകളാണ്, നിയമങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ അല്ല? അതെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഓക്കെ, അപ്പൊ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.